വിലക്കപ്പെട്ട പ്രണയം ഭാഗം 18. ദിവസങ്ങൾ പിന്നെയും പതിയെ പോയിക്കൊണ്ടിരുന്നു. അന്നത്തെ ആ ഒരു സംഭവത്തിന് ശേഷം എബിയിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങളുണ്ട്. അവൻ്റെ സ്വഭാവത്തിലും ആകെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ എബിയെ കാണാൻ പോലും കിട്ടാറില്ല. രാത്രി ചിലപ്പോൾ 10 മണിയൊക്കെ ആകുമ്പോഴാണ് അവൻ വീട്ടിലേക്ക് എത്തുന്നത്. പുതിയതായി തുടങ്ങുന്ന ഓഫീസിൻ്റെ പണിത്തിരക്കാണ്. 2 മാസത്തിന് ശേഷം തുറക്കാമെന്ന് കരുതിയാണ് പണി തുടങ്ങിയത്. പക്ഷേ 2 മാസം എന്നൊക്കെ പറയുമ്പോൾ അതൊരുപാട് നീണ്ടുപോകും. അതുകൊണ്ട് തന്നെ 1 മാസം കൊണ്ട് എല്ലാ ജോലികളെല്ലാം തീർത്ത് ഓഫീസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന തീരുമാനത്തിലാണ് അവനിപ്പോൾ. ചെറിയ മമ്മിയും മുത്തശ്ശിയും പിന്നെ അവരുടേതായ കാര്യങ്ങളിൽ തിരക്കിലാണ്. ഇടയ്ക്ക് 2 പേരും കൂടി ഷോപ്പിങ്ങിന് പോകും. അങ്ങനെ പോകുമ്പോൾ ആമിയെയും കൂട്ടാറുണ്ട്. ചെറിയ മമ്മിക്ക് ആമിയോട് അത്ര വലിയ എതിർപ്പൊന്നുമില്ല. എങ്കിലും അവളെ അത്രയ്ക്ക് അങ്ങോട്ട് ദഹിച്ചിട്ടുമില്ല. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ അവളെ പറയുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ആമി അതിനെയൊക്കെ ഒരു പുഞ്ചിരിയോടെ നേരിടും. അല്ലെങ്കിൽ വളരെ സമാധാനപരമായി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. പിന്നെ ആമിയെ എന്തെങ്കിലും പറയുമ്പോൾ തന്നെ മുത്തശ്ശി അക്കാര്യത്തിൽ ഇടപെടുകയും ചെയ്യുന്നത് കൊണ്ട് പ്രശ്നങ്ങൾ കൂടുതൽ അങ്ങനെ വഷളാകാറില്ല. ഇന്നിപ്പോൾ മുത്തശ്ശിയും ചെറിയ മമ്മിയും കൂടി അവരുടെ ഒരു ബന്ധുവിനെ കാണാൻ പോയിരിക്കുവാണ്. ചെറിയ മമ്മിക്ക് നല്ല രീതിയിൽ ഡ്രൈവിംഗ് അറിയാവുന്നത് കൊണ്ട് തന്നെ 2 പേരും കൂടിയാണ് പോയിരിക്കുന്നത്. അത്യാവശ്യം ദൂരമുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ആമി വരുന്നില്ലെന്ന് പറഞ്ഞു. എബിക്ക് പിന്നെ തിരക്കായതുകൊണ്ട് അവനും വരാൻ കഴിയില്ലെന്ന് പറഞ്ഞു. മാത്രമല്ല ആമിക്ക് കോളേജിൽ നിന്ന് ഇൻറ്റേർണൽ എക്സാം നടക്കുന്നതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനുള്ളതൊക്കെ അവൾക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് അവൾ വരുന്നില്ലെന്ന് തന്നെ പറഞ്ഞു. അതുകൊണ്ട് എല്ലാവരും പോയതിന് ശേഷം വാതിലൊക്കെ അടച്ചിട്ട ശേഷം ആമി മുറിയിലിരുന്ന് പഠിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് മുറ്റത്ത് എബിയുടെ വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം അവൾ കേൾക്കുന്നത്. ഈ സമയത്തൊക്കെ അവൻ വരുന്നത് പതിവുള്ള കാര്യമല്ല. രാവിലെ പോയാൽ പിന്നെ എത്തുന്നത് രാത്രിയാകും. ആദ്യമൊക്കെ ഭക്ഷണം പോലും ഇല്ലാതെ പോകുമായിരുന്നു. പിന്നീട് മുത്തശ്ശി പറയുന്നത് കൊണ്ട് തന്നെ ഭക്ഷണമൊക്കെ ഇവിടെ നിന്ന് കൊടുത്തു വിടും. ഇപ്പോൾ ഉച്ചയ്ക്ക് ഏകദേശം 2 മണിയായിട്ടുണ്ട്. ആ സമയത്തൊക്കെ അവനങ്ങനെ വരാറില്ല. സംശയത്തോടെയാണ് ആമി താഴേക്ക് പോയി വാതിൽ തുറന്നു കൊടുത്തത്. പക്ഷേ അവൻ്റെ നെറ്റിയിൽ കാണുന്ന ബാൻഡേഡ് കണ്ടതും അവൾ അതിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. ഇതെന്ത് പറ്റിയതാ സാറേ? അത് അവിടെ ഒരു കബോർഡിൽ അടിച്ചുകൊണ്ടതാണ്. അത് പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് കയറിയിരുന്നു. ആമി നോക്കിയപ്പോൾ ലൈറ്റ് നീല നിറത്തിലുള്ള അവൻ്റെ ഷർട്ടിൻ്റെ കോളറിലും ദേഹത്ത് മുഴുവനുമൊക്കെയായി അവിടെ ഇവിടെയായി ചോരയുടെ പാടാണ്. ഹോസ്പിറ്റലിൽ പോയില്ലേ? എന്നിട്ട് പോയി, 4 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. അത് പറയുമ്പോൾ തന്നെ അവൻ്റെ ശബ്ദം അടഞ്ഞിരിക്കുകയാണ്. 4 സ്റ്റിച്ച് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം ആഴത്തിലുള്ള മുറിവാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. പിന്നെ അവളോട് സംസാരത്തിനൊന്നും നിൽക്കാതെ അവൻ മുകളിലേക്ക് കയറിപ്പോയിരുന്നു. ആമിയാണെങ്കിൽ ഇക്കാര്യം മുത്തശ്ശിയെ വിളിച്ച് പറയണോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെ ഉഴറി. അവനൊരു ജ്യൂസൊക്കെ ഉണ്ടാക്കി അവൾ മുകളിലേക്ക് നടന്നു. അവൻ്റെ വാതിലിന് മുന്നിൽ വന്ന് അവളൊന്ന് കൊട്ടി. വാതിൽ ഓക്കെ ചെയ്തിട്ടില്ല, അകത്തേക്ക് കയറിക്കോളൂ. അവൻ മുറിയിലിരുന്ന് തന്നെ വിളിച്ചു പറഞ്ഞതും ആമി വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ഇട്ടിരുന്ന വേഷം പോലും മാറാതെ അവൻ അങ്ങനെ തന്നെ കട്ടിലിൽ കിടക്കുകയാണ്. സാർ, ജ്യൂസ് അവിടെ വെച്ചേക്ക്. അവൻ പറഞ്ഞതും ആമി ജ്യൂസ് എടുത്ത് ടേബിളിൽ വെച്ചു. പക്ഷേ അവൻ അങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് അവൾക്കൊരു സമാധാനം തോന്നുന്നില്ലായിരുന്നു. മുത്തശ്ശിയും ഇല്ല. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ആകെ സംശയത്തിലായി. വേദനയുണ്ടോ സാറേ? കുറച്ച് സമയം കഴിഞ്ഞ് അവളുടെ ശബ്ദം വീണ്ടും കേട്ടതും അവൻ കണ്ണു തുറന്നു നോക്കി. നല്ല വേദനയുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് മെഡിസിൻ ഒന്നും തന്നില്ലേ? അതെൻ്റെ ആ ബാഗിലിരിക്കുന്നുണ്ട്, ഒന്ന് എടുത്തു തരാൻ പറ്റുമോ? ആമി ചോദിച്ചപ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്ന് തന്ന മരുന്നിൻ്റെ കാര്യം അവൻ ഓർക്കുന്നത്. ടേബിളിലായിരിക്കുന്ന ബാഗിലേക്ക് ചൂണ്ടി അവൻ പറഞ്ഞതും ആമി അതിൽ നിന്ന് മരുന്നുകൾ എടുത്തു കൊടുത്തു. 2 ടാബ്ലറ്റാണ് കഴിക്കാൻ കൊടുത്തു വിട്ടിരിക്കുന്നത്. ആമി തന്നെ അതിൽ നിന്ന് ടാബ്ലറ്റ് എടുത്ത് മേശയുടെ മുകളിലിരിക്കുന്ന വെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അവന് നേരെ നീട്ടി. അവളുടെ കയ്യിൽ നിന്ന് മരുന്നും വെള്ളവും വാങ്ങി അവൻ അത് കഴിച്ചു. ഇനി ചിലപ്പോൾ കുറവുണ്ടാകും. കുറച്ച് സമയം അനങ്ങാതെ കിടന്നാൽ മതി. അതിന് ഒന്ന് തലയാട്ടിക്കൊണ്ട് അവൻ തിരികെ കട്ടിലിലേക്ക് തന്നെ കിടന്നു. മുത്തശ്ശിയോട് വിളിച്ച് പറയണോ? വേണ്ട, വെറുതെ ആവശ്യമില്ലാതെ ടെൻഷനാകും. ഇവിടെ വരുമ്പോൾ അറിഞ്ഞാൽ മതി. എബി പറഞ്ഞതും ആമി തലയാട്ടി. ശേഷം മുറിയുടെ വാതിലൊന്ന് ചാരി അവൾ പുറത്തേക്കിറങ്ങി. മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയിട്ടും അവൾക്കൊരു സമാധാനം തോന്നുന്നില്ലായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഒന്നും അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ആളല്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവിടെയും ഇവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെ വന്ന് കിടക്കണമെങ്കിൽ നല്ല വേദന കാണുമെന്നവൾക്ക് മനസ്സിലായിരുന്നു. അവൻ വേണ്ടെന്ന് പറഞ്ഞുവെങ്കിൽ പോലും മുത്തശ്ശിയോട് വിളിച്ച് പറഞ്ഞാലോ എന്നവൾ പല ആവർത്തി ചിന്തിച്ചുകൊണ്ടിരുന്നു. എങ്കിലും മുത്തശ്ശി ടെൻഷൻ അടിക്കണ്ടല്ലോ എന്ന് കരുതി അവൾ വിളിച്ചു പറഞ്ഞതുമില്ല. ആമി മുകളിൽ തന്നെ ഇരുന്ന് പഠിക്കാനുള്ള ബുക്കൊക്കെ എടുത്ത് വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫോണിലേക്ക് മുത്തശ്ശി വിളിക്കുന്നത് കണ്ടത്. ഹലോ മുത്തശ്ശി. ആമിക്കൊച്ചേ, എന്നെടുക്കുവാ നീ? ഞാൻ പഠിക്കുവാ മുത്തശ്ശി. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. ഇന്ന് ഞങ്ങൾക്ക് അങ്ങോട്ട് തിരിച്ചെത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇവിടെയൊക്കെ നല്ല മഴയുണ്ട്. മഴയിൽ വഴിയരികിലുള്ളൊരു മരം വഴിയിലേക്ക് വീണിട്ടുണ്ട്. അത് വെട്ടിമാറ്റുവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കറണ്ടും ഇല്ല, വഴിയാകെ ബ്ലോക്കുമാണ്. അതുകൊണ്ട് നാളെ രാവിലെ തന്നെ അങ്ങോട്ട് എത്താൻ ഞാൻ. മുത്തശ്ശി പറഞ്ഞതും ആമി അതിനൊന്ന് മൂളി. പേടിക്കണ്ട, രാത്രിയാകുമ്പോഴേക്കും എബി വരും. സാർ ഇവിടെ വന്നിട്ടുണ്ട്. അവൻ വന്നോ? ഉവ്, ഉച്ചയ്ക്ക് വന്നു. എന്നിട്ട് അവൻ എന്നെ വിളിച്ചില്ലല്ലോ. എവിടെ അവൻ?
സാർ കിടക്കുവാണ്, തലവേദനയാണെന്ന് പറഞ്ഞു. വായിൽ വന്നൊരു കള്ളം അവൾ പറഞ്ഞതും മുത്തശ്ശി അതിനൊന്ന് മൂളി. ആണോ? എങ്കിലും ഉണരുമ്പോൾ എന്നെ ഒന്ന് വിളിക്കാൻ പറയും. പിന്നെ വല്ലാത്ത തലവേദനയാണെന്ന് പറയുവാണെങ്കിൽ അതിനുള്ള മരുന്നൊക്കെ എൻ്റെ മെഡിസിൻ വെക്കുന്ന ബോക്സിലിരിക്കുന്നുണ്ട്. അതിൽ നിന്ന് എടുത്ത് കൊടുത്തേക്കണം കേട്ടോ. ശരി മുത്തശ്ശി. മുത്തശ്ശി അത് പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു. ആമി ഒന്ന് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് വീണ്ടും പഠിപ്പിലേക്ക് തിരിഞ്ഞു. ആമി അങ്ങനെ ഒരുപാട് സമയം പഠിച്ചിരുന്നു കഴിഞ്ഞപ്പോൾ അവൾക്ക് ഉറക്കം വന്നു. ബുക്കിന്മേൽ തന്നെ തലവെച്ച് അവൾ ഉറങ്ങിപ്പോയിരുന്നു. അങ്ങനെ നന്നായി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അരികിലിരിക്കുന്ന ഫോൺ ബെല്ലടിക്കുന്നത്. ഉറക്കത്തിൻ്റെ ആലസ്യത്തിൽ തന്നെ അവൾ പതിയെ കണ്ണുകൾ ചിമ്മി തുറന്നു. ഫോൺ എടുത്ത് നോക്കുമ്പോൾ എബിയാണ് വിളിക്കുന്നത്. ഇനി എന്തെങ്കിലും അത്യാവശ്യമായിരിക്കുമോ എന്ന് കരുതി ആമി വേഗം തന്നെ ഫോൺ അറ്റൻഡ് ചെയ്തു. എടോ, താൻ താഴെയാണോ? ഫോണിലൂടെ കേൾക്കുമ്പോൾ തന്നെ വല്ലാതെ അടഞ്ഞു പോയിരുന്നു അവൻ്റെ ശബ്ദം. ഇല്ല, ഞാൻ മുകളിലുണ്ട്. എനിക്ക് കുറച്ച് ചൂടുവെള്ളം എടുത്തു തരാൻ പറ്റുമോ? ഞാനിപ്പോൾ വരാം. അത് പറഞ്ഞ് അവൾ വേഗം തന്നെ മുഖമൊന്ന് കഴുകിയതിന് ശേഷം താഴേക്കിറങ്ങി. അടുക്കളയിൽ നിന്ന് ചൂടുവെള്ളം ഒരു ഫ്ലാസ്കിൽ നിറച്ച് അവൾ മുകളിലേക്ക് ഓടുകയായിരുന്നു. ആമി ചെല്ലുമ്പോൾ കാണുന്നത് പനി പിടിച്ചു കിടക്കുന്നത് പോലെ പുതപ്പൊക്കെ ഇട്ട് മൂടി പുതച്ച് കിടക്കുന്ന അവനെയാണ്. എ സിയും ഓഫാക്കിയിട്ടിട്ടുണ്ട്. സാർ. അവൾ 1-2 തവണ അവനെ വിളിച്ചിട്ടും അനക്കമൊന്നുമില്ല. അത് കണ്ടതും അവൾ അവൻ്റെ അരികിൽ ചെന്ന് അവനെ തട്ടി വിളിച്ചു. സർ. ആമി തട്ടിയപ്പോൾ അവനൊരു ഞെരക്കത്തോടെ കണ്ണുകൾ പതിയെ തുറന്നു നോക്കി. ചൂടുവെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. അവൾ പറഞ്ഞതും അവൻ കട്ടിലിൽ പതിയെ എഴുന്നേറ്റിരുന്നു. അവളുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് ചൂടുവെള്ളം വാങ്ങി അവൻ പതിയെ കുടിച്ചു. പനിയുണ്ടോ? അറിയില്ല. അവൾ പനിയുണ്ടോ എന്ന് ചോദിച്ചതും അവൻ അറിയില്ലെന്ന് പറഞ്ഞു. അവൾ പതിയെ ഒന്ന് കൈ ഉയർത്തി അവൻ്റെ നെറ്റിയിൽ തൊട്ട് നോക്കണോ വേണ്ടയോ എന്ന രീതിയിൽ നിന്നു. അവൾ അങ്ങനെ നിൽക്കുന്നത് കണ്ടതും അവൻ മുഖമൊന്ന് കുനിച്ചു കൊടുത്തു. നെറ്റിയിൽ തൊട്ട് നോക്കിയപ്പോൾ നല്ലപോലെ ചൂടുന്നുണ്ടായിരുന്നു. ശരിക്കു പറഞ്ഞാൽ പൊള്ളുന്നത് പോലെ പനി. വെച്ച കൈ അതുപോലെ തന്നെ വലിച്ചെടുത്തു ആമി. സാറേ, നന്നായിട്ട് പനിക്കുന്നുണ്ട്. നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ? ഇപ്പോൾ വേണ്ട, കുറച്ച് സമയം കഴിയട്ടെ. താൻ എനിക്ക് കുറച്ച് ചുക്ക് കാപ്പി ഇട്ടുകൊണ്ട് വന്ന് തരാമോ? അത് പറഞ്ഞ് ആമി തലയാട്ടിക്കൊണ്ട് പുറത്തേക്കിറങ്ങി. ചുക്ക് കാപ്പിയും കൂടെ തന്നെ പനിക്ക് ഒരു ഡോളോയും അവൾ കയ്യിലെടുത്തു. അത് കഴിച്ചതിന് ശേഷം അവനോട് കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞു. അവൻ ഉറങ്ങുമ്പോൾ എല്ലാം അവൻ്റെ കട്ടിലിനോട് ചേർന്നുള്ള കസേരയിൽ അവൾ അവനെ നോക്കി തന്നെ ഇരിക്കുകയായിരുന്നു. ഇനി എന്തെങ്കിലും ആവശ്യം അവന് പെട്ടെന്ന് വന്നാലോ എന്ന രീതിയിൽ. ഏകദേശം 2 മണിക്കൂറോളം അവൻ ഉറങ്ങി. അവൻ ഉറങ്ങുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ആമി അവന് പനിക്കുന്നുണ്ടോ എന്ന് തൊട്ടു നോക്കിക്കൊണ്ടിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞതും എബി പതിയെ ഒന്ന് കണ്ണു തുറന്നു നോക്കി. അപ്പോൾ കാണുന്നത് തൻ്റെ ബെഡിൻ്റെ അരികിലിട്ടിരിക്കുന്ന കസേരയിലിരുന്ന് ഉറക്കം തൂങ്ങുന്ന ആമിയെയാണ്. അത് കണ്ടപ്പോൾ അവന് പോലും പാവം തോന്നിപ്പോയി. ഒരുപാട് നേരം തന്നെയും നോക്കി അവളിങ്ങനെ ഇരുന്ന് കാണും എന്നവൻ ഊഹിച്ചു. എടോ. പതുക്കെ അവൻ വിളിച്ചപ്പോൾ തന്നെ ആമി ഉറക്കത്തിൽ നിന്ന് ഉണർന്നിരുന്നു. എന്താ? എന്തു പറ്റി? എന്തെങ്കിലും വേണോ? വെപ്രാളത്തോടെ അവൾ വേഗം വേഗം അവനോട് ഓരോന്ന് ചോദിച്ചു. എനിക്കൊന്നും വേണ്ട. തനിക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ താൻ പോയി ഉറങ്ങിക്കോളൂ. ചെറിയൊരു ചിരിയോടെ എബി പറഞ്ഞതും ആമി ചമ്മിയ രീതിയിൽ അവനെ നോക്കി ചിരിച്ചു കാണിച്ചു. എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാൻ ഒരുപാട് നേരം അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ പെട്ടെന്ന് കണ്ണുകൾ അടഞ്ഞു പോയതാണ്. ആമി അവനോടും തിരികെ പുഞ്ചിരിയോടെ പറഞ്ഞു. ഇപ്പോൾ എങ്ങനെയുണ്ട്? ശരീരത്തിന് വേദനയ്ക്കൊരു കുറവുണ്ട്. പിന്നെ പനി എങ്ങനെയുണ്ടെന്നറിയില്ല. അത് പറഞ്ഞതും അവൾ ടേബിളിൽ ഇരുന്നിരുന്ന തെർമോമീറ്റർ എടുത്ത് അവൻ്റെ വായിലേക്ക് വെച്ച് കൊടുത്തു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവൾ അതെടുത്ത് തിരിച്ചു നോക്കി. 180 ഡിഗ്രി F പനി ഇപ്പോഴും ഉണ്ട്. ഒന്ന് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചാൽ നല്ലതായിരിക്കും. ആമി പറഞ്ഞതും എബി അതിനൊന്ന് മൂളി. ഇത്രയും നേരമായിട്ടും ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ. ഞാൻ പോയി കഞ്ഞി എടുത്തിട്ട് വരാം. അത് പറഞ്ഞ് ആമി നേരെ താഴേക്ക് നടന്നു. അവൾ നടന്നു പോയ വഴിയെ നോക്കി അവൻ നേർമയായി ഒന്ന് പുഞ്ചിരിച്ചു. ആമി കൊണ്ടുവന്ന കഞ്ഞി കുടിച്ചു കഴിഞ്ഞതും വീണ്ടും കട്ടിലിലേക്ക് കിടക്കാൻ ഒരുങ്ങിയ അവനെ അവൾ തടഞ്ഞു. എന്തായാലും ഇപ്പോൾ ഉണർന്നിരിക്കുമല്ലേ, ഒന്ന് ഹോസ്പിറ്റൽ വരെ പോയി ഡോക്ടറെ കാണിച്ചിട്ട് വരാമായിരുന്നില്ലേ? ആമി പറഞ്ഞതും എബിക്കും അത് ശരിയാണെന്ന് തോന്നി. കാരണം ശരീരം മുഴുവൻ നല്ല രീതിയിൽ വേദനയുണ്ട്, പിന്നെ പനിയും. സൈറ്റിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് വയറിൽ തട്ടി അടുത്തുള്ള കബോർഡിൻ്റെ അരികത്ത് നെറ്റി കൊള്ളുന്നത്. പെട്ടെന്ന് വന്നിടിച്ചത് കൊണ്ട് തന്നെ പിന്നിലേക്കൊന്ന് ആഞ്ഞുപോയി. അങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് അടിതെറ്റി താഴേക്ക് വീണു പോവുകയും ചെയ്തിരുന്നു. ശരീരമാകെ ഉലഞ്ഞതുകൊണ്ടാകാം ശരീരം മുഴുവൻ വേദനയും ഉണ്ട്. ആമി പറഞ്ഞതിന് ഒന്ന് മൂളിക്കൊണ്ട് എബി എഴുന്നേറ്റു. അത് കണ്ടതും ആമി പാത്രങ്ങളുമായി താഴേക്ക് പോകാൻ ഒരുങ്ങി. താനിവിടെ ഒറ്റയ്ക്കിരിക്കുമല്ലേ, താനും എൻ്റെ കൂടെ വാ. പെട്ടെന്ന് എബി അങ്ങനെ പറഞ്ഞതും ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ ആമി ഒന്ന് പകച്ചു നിന്നിരുന്നു. പക്ഷേ അടുത്ത നിമിഷം അവൻ്റെ കൂടെ പോകാമെന്ന് തീരുമാനിച്ചു. ഒന്നാമത്തെ കാര്യം മുത്തശ്ശിയില്ല. പിന്നെ പോകുന്ന വഴിയിൽ അവൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലോ എന്ന് കരുതി അവളും പോകാമെന്ന് തന്നെ തീരുമാനിച്ചു. ഫ്രണ്ടിൽ കയറ്. കാറിൻ്റെ പിന്നിലേക്ക് കയറാൻ ഒരുങ്ങി അവളെ അവൻ മുന്നിലേക്ക് വിളിച്ചിരുത്തി. ഹോസ്പിറ്റലിലേക്ക് എത്തിക്കഴിഞ്ഞ് തിരക്കൊന്നുമില്ലാത്ത സമയമായതുകൊണ്ട് തന്നെ ഡോക്ടറെ വേഗം കാണാൻ കഴിഞ്ഞു. അവിടെ എത്തിയപ്പോഴും എബിക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ പനിയുണ്ടായിരുന്നു. എബിൻ അബ്രഹാം അല്ലേ? ഡോക്ടറുടെ ക്യാബിനിൽ ഇരുന്നപ്പോൾ ഡോക്ടർ ചോദിച്ചതിന് എബി തലയാട്ടി. ഇരിക്ക്. 2 പേരോടുമായി ഡോക്ടർ പറഞ്ഞതും എബിയും ആമിയും കസേരയിലേക്കിരുന്നു. എത്ര ദിവസമായി പനി വന്നിട്ട്? ഇന്ന് വന്നതാ.
ഓഫീസിൽ വെച്ച് തലയൊന്ന് മുറിഞ്ഞിരുന്നു. വീണതാണ്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴാണ് പനി തുടങ്ങിയത്. എബി പറഞ്ഞതും ഡോക്ടർ ഒന്ന് മൂളി. ടെമ്പറേച്ചർ കുറച്ച് കൂടുതലാണ്. ബോഡി പെയിൻ ഉണ്ടോ? ഡോക്ടറുടെ ചോദ്യത്തിന് എബി ഉണ്ടെന്ന രീതിയിൽ തലയാട്ടി. ഡോക്ടർ അവനെ ഒന്ന് നോക്കി. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഇഞ്ചക്ഷൻ എടുത്താലോ? ആമി അതിന് ആദ്യം തന്നെ തലയാട്ടി. ഏയ് വേണ്ട. എബി വേഗം തന്നെ അതിനെതിർത്തു. ആമിയാണെങ്കിൽ അവനെ ആകെ വല്ലാതെ നോക്കി. ഇത്ര നേരം ഒന്നുമില്ലാത്തതുപോലെ ഇരുന്ന് പെട്ടെന്നൊരു ഭാവമാറ്റം. വൈഫ് ഓക്കെ ആണെന്ന് പറഞ്ഞല്ലോ. ഡോക്ടർ പറഞ്ഞതും എബിയും ആമിയും മുഖത്തോട് മുഖം നോക്കി. വൈഫല്ല, എൻ്റെ ഫ്രണ്ടാണ്. എബി തിരുത്തി പറഞ്ഞതും ആമി അവനെ അത്ഭുതത്തോടെ നോക്കി. നമുക്കൊരു ഇഞ്ചക്ഷൻ എടുക്കാം എബിൻ, ഒരു ഇൻസ്റ്റൻറ്റ് റിലീഫ് കിട്ടും. നിർബന്ധമില്ല കേട്ടോ. എബി ആണെങ്കിൽ ആകെ വല്ലാതെ ആയിപ്പോയി. ഇഞ്ചക്ഷൻ പേടിയാണെന്നൊക്കെ എങ്ങനെയാണ് ഇവരോട് പറയുക എന്ന ചിന്തയിൽ അവൻ ആകെ ഉഴറി. ഇഞ്ചക്ഷൻ എടുക്കാം ഡോക്ടർ. ആമി പറഞ്ഞതും എബി അവളെ ഒന്ന് കനപ്പിച്ച് നോക്കി. ആമിയാണെങ്കിൽ കാര്യം അറിയാതെ അവനെ നോക്കിയിരിക്കുകയാണ്. ഒബ്സർവേഷൻ റൂമിലേക്ക് ഇരുന്നോളൂ. ഡോക്ടർ പറഞ്ഞതും എബി ആമിയെ ഒന്ന് നോക്കി. ആമിയാണെങ്കിൽ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ അവനെ നോക്കി. അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി. എനിക്ക് ഇഞ്ചക്ഷനൊന്നും എടുക്കാൻ പറ്റില്ല. മരുന്ന് വാങ്ങി നീ വന്നാൽ മതി. ഞാൻ കാറിലുണ്ടാകും. എബി ദേഷ്യത്തിൽ പറഞ്ഞ് പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങിയതും ആമി അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു നിർത്തി. നല്ല പനിയുണ്ടായിരുന്നതല്ലേ? ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ എല്ലാം വേഗം ഭേദമാകും. അല്ലെങ്കിൽ നാളെ മുത്തശ്ശി വരുമ്പോൾ നല്ലത് പറയും. ആമി അവനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. എബി അവളെ ഒന്ന് തറപ്പിച്ചു നോക്കി. ഒടുവിൽ ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് ഒരു കണക്കിന് അവനെ കൊണ്ട് സമ്മതിപ്പിച്ചെടുത്തു. ഇവിടെ ഇരിക്കുമ്പോഴും നേഴ്സ് വന്ന് ഇഞ്ചക്ഷൻ എടുക്കാനുള്ള സിറഞ്ചൊക്കെ എടുക്കുന്ന സമയം ഒക്കെ എബിയുടെ നെഞ്ച് പടപടാ ഇടിക്കുകയായിരുന്നു. ആമിയാണെങ്കിൽ പുറത്ത് നിൽക്കുകയാണ്. എൻ്റെ കൂടെ വന്ന ഫ്രണ്ട് പുറത്ത് നിൽക്കുന്നുണ്ട്. അവളെ ഒന്ന് വിളിക്കുവാമോ ഇങ്ങോട്ട്? സിസ്റ്റർ കുത്താൻ വന്നപ്പോഴേക്കും എബി പറഞ്ഞതും അവർ കനത്തിലൊന്ന് മൂളിക്കൊണ്ട് നേരെ പുറത്തേക്ക് പോയി. എബിൻ എബ്രഹാമിൻ്റെ കൂടെ വന്നതാണോ? അവിടെ ഇട്ടിരിക്കുന്ന കസേരയിൽ ഇരുന്നിരുന്ന ആമിയോട് അവർ ചോദിച്ചു. അതെ, അകത്ത് ആള് തന്നെ അന്വേഷിക്കുന്നുണ്ട്. ആമി അത് കേട്ടതും അകത്തേക്ക് കയറി. അവിടെ ഇട്ടിരിക്കുന്ന ബെഡിൽ കിടക്കുകയാണ് എബി. എന്താ വിളിച്ചേ? ആമി കാര്യം തിരക്കി. നീ ഇവിടെ ഇരിക്കേ. ആമി അടുത്ത് കിടക്കുന്ന കസേരയിലേക്കിരുന്നു. അപ്പോഴും അവൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. അവിടെ നിന്നിരുന്ന നേഴ്സുമാർക്കെല്ലാം കാര്യം പിടികിട്ടി. അവരവനെ നോക്കി ചിരിക്കുന്നുണ്ട്. ആൾക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പേടിയാണെന്ന് തോന്നുന്നു. ഇഞ്ചക്ഷൻ എടുക്കാൻ വന്ന നേഴ്സ് പറഞ്ഞുകൊണ്ട് ചിരിച്ചു. ആമി അത് കേട്ടതും അവനെ ഒന്ന് നോക്കി. ശരിയാണ്, അവൻ ഇഞ്ചക്ഷൻ എടുക്കാൻ പേടിയാണെന്ന് തോന്നുന്നു. ഒരു കണ്ണ് ഇറുക്കി അടച്ച് മറുകണ്ണ് കൊണ്ട് ഒളിഞ്ഞു നോക്കുകയാണവൻ. സിസ്റ്റർ സാനിറ്റൈസർ വെച്ച് കൈ തുടിച്ച നിമിഷം തന്നെ എബി ആമിയുടെ കയ്യിൽ മുറുക്കി പിടിച്ചു. സൂചി കൈയിലേക്ക് തറച്ചതും അവനൊന്ന് വേദനയോടെ ശബ്ദമുണ്ടാക്കി. വേദന എടുക്കുന്നതിനനുസരിച്ച് അവൻ്റെ കൈകൾ ആമിയുടെ കയ്യിൽ മുറുകി. ആമി വേദനയോടെ ശബ്ദമുണ്ടാക്കി. അതേസമയം തന്നെ എബി അവളുടെ കയ്യിൽ നിന്ന് കൈ പിൻവലിച്ചു. ആമി അവളുടെ കൈയിലേക്കൊന്ന് നോക്കി. ആകെ ചുവന്നു പോയിരിക്കുന്നു കൈ. അവൻ കൂളായിട്ട് എഴുന്നേറ്റിരുന്നു. അതിനുശേഷം മരുന്നൊക്കെ വാങ്ങി കാറിലേക്ക് കയറുമ്പോൾ പോലും ആമി അവളുടെ കയ്യിൽ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. കൈയാകെ ചുവന്നിരിക്കുന്നു. നല്ലതുപോലെ ചുവന്നിരിക്കുവാണ്. നല്ല വേദനയും ഉണ്ടായിരുന്നു. താനെന്താ ഈ കയ്യിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നത്? കാറിലേക്ക് കയറിയപ്പോൾ തന്നെ എബി അവളോട് ചോദിച്ചു. കുറച്ചു സമയമായി അവൾ കയ്യിലേക്ക് നോക്കിയിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചിരുന്നു. അവൻ്റെ ചോദ്യം കേട്ടതും ആമി അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.